വളരെ വിചിത്രവും അത്ര തന്നെ ആശങ്കാകുലവുമായ ഒരു പുതിയ പ്രതിഭാസത്തിലൂടെയാണ് ഇന്ത്യയിലെ കുട്ടികളുടെ ആരോഗ്യം കടന്നുപോകുന്നത്. കുട്ടികൾ മുൻപത്തേക്കാൾ ഉയരം വയ്ക്കുന്നുണ്ട്, എന്നാൽ അതോടൊപ്പം അവരുടെ ശരീരഭാരം കൃത്യമായ അനുപാതത്തിൽ കൂടുന്നില്ല, അല്ലെങ്കിൽ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. പ്രഥമദൃഷ്ട്യാ ഇതൊരു നല്ല സൂചനയായി തോന്നാമെങ്കിലും ഇതിനു പിന്നിൽ ഒളിച്ചിരിക്കുന്നത് വലിയൊരു ആരോഗ്യ പ്രതിസന്ധിയാണ്. 6ാമത് ദേശീയ കുടുംബാരോഗ്യ സർവേ പുറത്തുവിട്ട ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം ഇന്ത്യയിൽ കുട്ടികളിലെ വിട്ടുമാറാത്ത ഉയരക്കുറവ് അഥവാ സ്റ്റണ്ടിംഗ് നിരക്കിൽ ഗണ്യമായ കുറവുണ്ടായിട്ടുണ്ട്. എന്നാൽ ഇതിന് നേർവിപരീതമായി ഉയരത്തിനൊത്ത തൂക്കമില്ലായ്മ അഥവാ വേസ്റ്റിംഗ് എന്ന അവസ്ഥ ഇപ്പോഴും രാജ്യത്ത് ഭയപ്പെടുത്തുന്ന രീതിയിൽ തുടരുകയാണ്. ഈ ഒരു സങ്കീർണമായ അവസ്ഥയെ പൊതുജനാരോഗ്യ രംഗത്ത് പോഷകാഹാരക്കുറവിൻ്റെ ഇരട്ടഭാരം എന്നാണ് വിദഗ്ധർ വിശേഷിപ്പിക്കുന്നത്. അതായത് പ്രാഥമിക ആരോഗ്യ സൗകര്യങ്ങളുടെ മെച്ചപ്പെടൽ കൊണ്ട് കുട്ടികളുടെ അസ്ഥികൾ വളരുകയും അവയ്ക്ക് ഉയരം വയ്ക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും ആവശ്യത്തിന് പോഷക സമൃദ്ധമായ ആഹാരം ലഭിക്കാത്തതിനാൽ അവർ അപകടകരമാം വിധം മെലിഞ്ഞുണങ്ങി ജീവിക്കേണ്ടി വരുന്നു. ഇത് കുട്ടികളിൽ വലിയൊരു ശാരീരിക അസന്തുലിതാവസ്ഥ സൃഷ്ടിക്കുന്നുണ്ട്. പോഷകാഹാരക്കുറവ് പല രൂപങ്ങളിൽ കുട്ടികളെ ബാധിക്കാം. അതിൽ വേസ്റ്റിംഗ് എന്നത് ഉയരത്തിനൊത്ത ശരീരഭാരം ഇല്ലാത്ത അവസ്ഥയെയും സ്റ്റണ്ടിംഗ് എന്നത് പ്രായത്തിനൊത്ത ഉയരമില്ലാത്ത അവസ്ഥയെയും കാണിക്കുന്നു. ഇന്ത്യയിൽ സ്റ്റണ്ടിംഗ് നിരക്ക് 29.3% കുറഞ്ഞിട്ടുണ്ടെങ്കിലും വേസ്റ്റിംഗ് അനുഭവപ്പെടുന്ന കുട്ടികളുടെ എണ്ണം ഇപ്പോഴും വളരെ ഉയർന്ന നിരക്കിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇത് വ്യക്തമാക്കുന്നത് നമ്മുടെ കുട്ടികൾക്ക് കലോറി ലഭിക്കുന്നുണ്ടാകാം, എന്നാൽ ശരീരഘടനയ്ക്ക് ആവശ്യമായ യഥാർത്ഥ പോഷകങ്ങൾ ലഭിക്കുന്നില്ല എന്ന് തന്നെയാണ്. ഇന്ത്യൻ കുട്ടികളിൽ കാണുന്ന ഈ സങ്കീർണമായ വളർച്ചാ വ്യതിയാനത്തിന് പിന്നിൽ വളരെ വ്യക്തമായ ചില ജൈവികവും സാമൂഹികവുമായ കാരണങ്ങളുണ്ട്. കഴിഞ്ഞ ഏതാനും പതിറ്റാണ്ടുകളായി ഇന്ത്യ കൈവരിച്ച പൊതുജനാരോഗ്യ പുരോഗതിയാണ് കുട്ടികളിൽ ഉയരം വർദ്ധിക്കാൻ പ്രധാന കാരണമായത്. പ്രതിരോധ കുത്തിവയ്പ്പുകൾ വ്യാപകമാക്കിയത്, പ്രത്യേകിച്ച് റോട്ടാ വൈറസ് വാക്സിനേഷൻ നിരക്ക് ഇരട്ടിയിലധികം വർദ്ധിച്ചത്, ശുദ്ധമായ കുടിവെള്ളത്തിന്റെ ലഭ്യത ഉറപ്പാക്കിയത്, മികച്ച ശുചിത്വശീലങ്ങൾ എന്നിവ മൂലം കുട്ടികളിൽ നിരന്തരം അലട്ടിയിരുന്ന വയറിളക്കം, ശ്വാസകോശ സംബന്ധമായ അണുബാധകൾ എന്നിവ വലിയ തോതിൽ കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. ഒരു കുട്ടി അടിക്കടി രോഗബാധിതനാകാതിരിക്കുമ്പോൾ അവന്റെ ശരീരം അസ്ഥികളുടെ വളർച്ചയ്ക്കായി ഊർജ്ജം വിനിയോഗിക്കുന്നു. ഇത് ദീർഘകാലാടിസ്ഥാനത്തിൽ കുട്ടികളുടെ ഉയരം വർദ്ധിപ്പിക്കുന്നതിലേക്ക് നയിച്ചു. അങ്ങനെയാണ് ദേശീയ തലത്തിൽ സ്റ്റണ്ടിംഗ് നിരക്ക് ഗണ്യമായി കുറയ്ക്കാൻ നമുക്ക് കഴിഞ്ഞത്. എന്നാൽ ഉയരം വെക്കുമ്പോഴും കുട്ടികളുടെ ശരീരഭാരം വർദ്ധിക്കാത്തതിന് കാരണം അവർ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ഗുണനിലവാരമില്ലായ്മയാണ്. രോഗങ്ങളിൽ നിന്ന് കുട്ടികൾ രക്ഷപ്പെടുന്നുണ്ടെങ്കിലും പേശികളും ആരോഗ്യകരമായ ശരീരഭാരവും വർദ്ധിക്കുന്നതിനാവശ്യമായ കലോറിയോ കൃത്യമായ പോഷകങ്ങളോ അടങ്ങിയ ആഹാരം അവർക്ക് ലഭിക്കുന്നില്ല. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷനിലെ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് പ്രകാരം ഇന്ത്യയിലെ 6 മാസം മുതൽ 23 മാസം വരെയുള്ള കുട്ടികളിൽ വെറും 15.3% പേർക്ക് മാത്രമാണ് ആവശ്യത്തിന് വൈവിധ്യമാർന്നതും പോഷക സമൃദ്ധവുമായ ആഹാരം ലഭിക്കുന്നത്. അതായത് ബാക്കി വരുന്ന വലിയൊരു ശതമാനം കുട്ടികളും ഇപ്പോഴും ശരിയായ പോഷകാഹാരത്തിൽ നിന്നും ഏറെ അകലെയാണ്. നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് ലഭിക്കുന്ന ആഹാരക്രമം പരിശോധിച്ചാൽ അതിൽ വലിയൊരു പോഷകാഹാര വിടവ് കാണാൻ നമുക്ക് സാധിക്കും. ഭൂരിഭാഗം വീടുകളിലും കുട്ടികൾക്ക് നൽകുന്ന ഭക്ഷണം കാർബോഹൈഡ്രേറ്റ് അഥവാ അന്നജം മാത്രം അടങ്ങിയതാണ്. ചോറും ഗോതമ്പുമൊക്കെ വയറു നിറയ്ക്കാൻ സഹായിക്കുമെങ്കിലും പേശികളുടെ വളർച്ചയ്ക്കും ശരീരഭാരം കൃത്യമായി നിലനിർത്തുന്നതിനും ആവശ്യമായ ഉയർന്ന ഗുണനിലവാരമുള്ള പ്രോട്ടീനുകൾ, ആരോഗ്യകരമായ കൊഴുപ്പുകൾ, വിറ്റാമിനുകൾ, ധാതുക്കൾ എന്നിവ ഈ ഭക്ഷണത്തിൽ വളരെ കുറവാണ്. പാലും മുട്ടയും പഴവർഗ്ഗങ്ങളും അടങ്ങുന്ന സമീകൃത ആഹാരം സാധാരണക്കാരായ വലിയൊരു വിഭാഗം ജനങ്ങൾക്ക് ഇപ്പോഴും അപ്രാപ്യമാണ്. പയറുവർഗ്ഗങ്ങളുടെയും പച്ചക്കറികളുടെയും ഉപയോഗം കുട്ടികളുടെ ഭക്ഷണക്രമത്തിൽ വളരെ കുറവാണെന്നതാണ് സർവേകൾ വ്യക്തമാക്കുന്നത്. ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ട മറ്റൊരു ഘടകമാണ് ബാല്യകാല ജനിതക പാരമ്പര്യം അഥവാ ത്രിഫ്റ്റി ഫിനോടൈപ്പ് എന്ന പ്രതിഭാസം. ഗർഭാവസ്ഥയിൽ അമ്മമാർക്കുണ്ടാകുന്ന പോഷകാഹാരക്കുറവും കുറഞ്ഞ ജനനഭാരവും കുട്ടികളുടെ ശരീരത്തിന്റെ സ്വാഭാവിക ഉപാപചയ പ്രവർത്തനങ്ങളെ മുൻകൂട്ടി നിശ്ചയിക്കുന്നു. കുറഞ്ഞ ഭാരത്തോടെ ജനിക്കുന്ന കുട്ടികൾക്ക് പിന്നീട് മെച്ചപ്പെട്ട സാഹചര്യങ്ങൾ ലഭിച്ചാൽ പോലും ഉയരത്തിനൊത്ത രീതിയിൽ ശരീരഭാരം ആർജിച്ചെടുക്കാൻ അവരുടെ ശരീരം ഏറെ ബുദ്ധിമുട്ടുന്നു. ഗർഭകാലം മുതൽക്കേ ആരംഭിക്കുന്ന ഈ പോഷകാഹാര വിടവാണ് പിന്നീട് മുതിരുമ്പോഴും കുട്ടികളിൽ ഇത്തരമൊരു അസന്തുലിതാവസ്ഥയായി പ്രകടമാകുന്നത്. ഉയരത്തിനൊത്ത ശരീരഭാരമില്ലാത്ത അവസ്ഥ കേവലം ഒരു കാഴ്ചയിലെ പ്രശ്നമല്ല, മറിച്ച് അത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്കുള്ള വാതിലാണ്. ശരീരഭാരം കുറയുന്നത് കുട്ടികളുടെ രോഗപ്രതിരോധ ശേഷിയെ കഠിനമായി ബാധിക്കുന്നുണ്ട്. ഇത് സിവിയർ അക്യൂട്ട് മാൽ ന്യൂട്രീഷൻ അഥവാ അതികഠിനമായ പോഷകാഹാരക്കുറവ് എന്ന അവസ്ഥയിലേക്ക് കുട്ടികളെ എത്തിക്കുന്നു. ഇത്തരം കുട്ടികൾക്ക് പെട്ടെന്നുണ്ടാകുന്ന രോഗങ്ങളെ പ്രതിരോധിക്കാൻ സാധിക്കാതെ വരികയും അത് അവരുടെ ജീവന് തന്നെ ഭീഷണിയാകുകയും ചെയ്യുന്നു. പേശി ബലമില്ലായ്മ കുട്ടികളുടെ ശാരീരിക ശേഷിയെയും ഊർജ്ജസ്വലതയെയും ദീർഘകാലത്തേക്ക് ബാധിക്കും. ഇതിലും ഭയപ്പെടുത്തുന്ന മറ്റൊരു വശം കുട്ടികളുടെ മസ്തിഷ്ക വളർച്ചയെ ഇതെങ്ങനെയെല്ലാം ബാധിക്കുന്നു എന്നതാണ്. കുട്ടിക്കാലത്തെ ആദ്യത്തെ 1000 ദിവസങ്ങൾ മസ്തിഷ്ക വികാസത്തിൽ വളരെ നിർണായകമാണ്. ഈ സമയത്ത് ഉയരം വെക്കുന്നുണ്ടെങ്കിൽ പോലും ശരീരത്തിന് ആവശ്യമായ പോഷകങ്ങൾ ലഭിക്കാതെ വരുമ്പോൾ അത് കുട്ടികളുടെ ബുദ്ധിവികാസത്തെയും പഠന സാമർഥ്യത്തെയും പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. പിൽക്കാലത്ത് വലിയൊരു ജനസംഖ്യ ഉൽപാദനക്ഷമതയില്ലാത്തവരായി മാറാൻ ഇത് കാരണമായേക്കാം.
കൂടാതെ ചെറുപ്പത്തിൽ ഇത്തരം പോഷകാഹാരക്കുറവ് നേരിടുന്ന കുട്ടികൾ മുതിരുമ്പോൾ പ്രമേഹം, ഹൃദ്രോഗം തുടങ്ങിയ ഉപാപചയ രോഗങ്ങൾക്ക് അടിമപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് സമീപകാല പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട്. ശരീരത്തിൽ കൊഴുപ്പ് അനാവശ്യമായി അടിഞ്ഞുകൂടുകയും എന്നാൽ പേശികൾ ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന വിചിത്രമായ ഒരവസ്ഥയിലേക്കും ഇത് കുട്ടികളെ നയിക്കുന്നു. നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന പ്രധാനപ്പെട്ട ഒരു മിഥ്യാധാരണയാണ് കുട്ടിക്ക് നല്ല ഉയരമുണ്ടെങ്കിൽ അവൻ പൂർണ്ണ ആരോഗ്യവാനാണ് എന്നത്. പല മാതാപിതാക്കളും കുട്ടികളുടെ ഉയരത്തെ മാത്രം ആരോഗ്യത്തിൻ്റെ മാനദണ്ഡമായി കാണുകയും അവരുടെ ശരീരഭാരത്തെയും പേശീബലത്തെയും അവഗണിക്കുകയും ചെയ്യുന്നു. വയറു നിറയെ ആഹാരം കഴിക്കുന്നുണ്ടല്ലോ എന്ന് കരുതി പലരും ആശ്വസിക്കാറുണ്ട്. എന്നാൽ വയറു നിറയുന്നതും ശരീരത്തിന് ആവശ്യമായ പോഷകങ്ങൾ ലഭിക്കുന്നതും രണ്ടല്ല ഒന്ന് തന്നെയാണെന്ന തിരിച്ചറിവ് ഉണ്ടാകേണ്ടതുണ്ട്. പാക്കറ്റ് ഭക്ഷണങ്ങളും കൊഴുപ്പും പഞ്ചസാരയും മാത്രമടങ്ങിയ ജങ്ക് ഫുഡുകളും കുട്ടികൾക്ക് വാങ്ങി നൽകുന്ന പ്രവണത വർദ്ധിച്ചു വരികയാണ്. ഇവ താൽക്കാലികമായി കലോറി നൽകുമെങ്കിലും ശരീരത്തിന് ആവശ്യമായ യഥാർത്ഥ പോഷകങ്ങൾ നൽകുന്നില്ല എന്ന കാര്യം പലരും വിസ്മരിക്കുന്നു. ഈ വിചിത്രമായ പ്രതിഭാസത്തെ നേരിടാൻ കേവലം കലോറി നൽകുന്ന ആഹാര വിതരണത്തിൽ നിന്നും മാറി പോഷക വൈവിധ്യം ഉറപ്പാക്കുന്ന പദ്ധതികളിലേക്ക് രാജ്യം മാറേണ്ടതുണ്ട്. ഭാരത സർക്കാരിൻ്റെ പോഷൺ അഭിയാൻ പോലെയുള്ള പദ്ധതികൾ ഇപ്പോൾ ഈ ലക്ഷ്യത്തോടെയാണ് പ്രവർത്തിക്കുന്നത്. എങ്കിലും താഴെത്തട്ടിൽ ഇതിൻ്റെ പ്രവർത്തനം കൂടുതൽ ശക്തമാക്കേണ്ടതുണ്ട്. അങ്കണവാടികൾ വഴിയും സ്കൂളുകളിലെ ഉച്ചഭക്ഷണ പദ്ധതികൾ വഴിയും കുട്ടികൾക്ക് പാലും മുട്ടയും മുഴുധാന്യങ്ങളും വിറ്റാമിൻ സമ്പുഷ്ടമായ ഭക്ഷണങ്ങളും നിർബന്ധമാക്കണം. വെറും വയറു നിറയ്ക്കൽ എന്ന ചിന്താഗതിയിൽ നിന്നും മാറി കുട്ടികൾക്ക് ആവശ്യമായ ഗുണമേന്മയുള്ള പ്രോട്ടീനുകൾ നൽകാൻ നമുക്ക് സാധിക്കണം. കുട്ടികളുടെ ഭക്ഷണത്തിൽ പയറുവർഗ്ഗങ്ങൾ, ഇലക്കറികൾ, മാംസ്യം തുടങ്ങിയ ആഹാരങ്ങൾ എന്നിവ ഉൾപ്പെടുത്താൻ കുടുംബങ്ങളെ ബോധവൽക്കരിക്കണം. മാതൃപോഷകാഹാരം മെച്ചപ്പെടുത്തുക എന്നതാണ് ഇതിൻ്റെ ആദ്യപടി. ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും കൃത്യമായ പോഷകാഹാരവും ആരോഗ്യ പരിപാലനവും ലഭ്യമാക്കണം. ഒരു രാജ്യത്തിൻ്റെ യഥാർത്ഥ സമ്പത്ത് അവിടുത്തെ ആരോഗ്യമുള്ള കുട്ടികളാണ്. അതിനാൽ അവരുടെ അസ്ഥികളുടെ വളർച്ചയ്ക്ക് അനുസൃതമായി പേശികളും ആരോഗ്യവുമുള്ള ഒരു ശരീരം കൂടി അവർക്ക് ഉറപ്പാക്കാൻ നമുക്ക് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാം. കേവലം ഉയരം കൂടിയ തലമുറയെയല്ല, മറിച്ച് ശാരീരികമായും മാനസികമായും കരുത്തുള്ള ഒരു വലിയ തലമുറയെയാണ് ഇന്ത്യക്ക് ആവശ്യം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.